Welcome back, my dear students, on a new lecture on Fourier series and its applications. So, previous lectures, we half range Fourier series discuss. From this lecture onwards, we will be discussing about a new section. The section is power series method. So, power series method is a method which is used to solve a special class of differential equation of the form y double dash plus p of x y dash plus q of x y is equal to 0. That is, it's a method which is used to solve the equation of the form y double dash plus p of x y dash plus q of x y is equal to 0, where y double dash means second derivative t square y by dx square and y dash means dy by dx. Okay, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെത്തേഡാണ്. ആ മെത്തേഡിനെയാണ് പവർ സീരീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പവർ സീരീസ് മെത്തേഡ് മനസ്സിലാക്കുന്നതിന് മുമ്പ് വാട്ട് ഈസ് എ പവർ സീരീസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പവർ സീരീസ് ഓർ സീരീസ്. ഓക്കെ, സോ സീരീസ് എന്ന് വെച്ചാൽ generally it's an expression of the form summation n is equal to 1 to infinity a, അതായത് which is a1 plus a2 plus a3 plus etc. ഇങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസിൻ്റെ തുകയാണ് നമ്മളൊരു സീരീസ് എന്ന രൂപത്തിൽ എഴുതുന്നത്. സോ ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദ ഫോം സമ്മേഷൻ n is equal to 1 to infinity a. ഇതിൻ്റെ തുക സാധാരണഗതിയിൽ ഇത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് സം ചെയ്യുന്നത്. സോ ഇതിൻ്റെ തുക ഇൻഫിനിറ്റ് നമ്പറും ആകാം, ഫൈനൈറ്റ് നമ്പറും ആകാം. ഓക്കെ, സോ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് എ സീരീസ്. അവർ കോൺസെൻട്രേഷൻ ഈസ് അപ്പോൺ പവർ സീരീസ്. പവർ സീരീസ് എന്ന് വെച്ചാൽ ഒരു സീരീസ് ആണ്. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സീരീസ് ഓഫ് പോളിനോമിയൽസ്. ഒരു ഇൻഫിനിറ്റ് ക്ലാസ് ഓഫ് പോളിനോമിയൽസിനെയാണ് നമ്മൾ സാധാരണയായിട്ട് പവർ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ പവർ സീരീസ് in x, the variable x, is a series of the form summation n is equal to 0 to infinity a suffix n x raised to n. That is a naught x raised to 0 1 ആണ് plus a1 x plus a2 x square plus a3 x cube plus a4 x raised to 4 plus a5 x raised to 5 plus etc. ഇങ്ങനെ ഒരു ഇൻഫിനിറ്റ് പോളിനോമിയൽസിൻ്റെ എക്സ്പ്രഷൻ ആണ് ഒരു പവർ സീരീസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ വേരിയബിൾ ആണ് എക്സ്. എ നോട്ട്, എ വൺ, എ ടു എക്സെട്ര ആർ കോൺസ്റ്റൻസ്. ഓക്കെ, സോ എ നോട്ട്, a1 etc. are constants and x is the variable. So this is the idea of a power series. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, this is usually called a power series of x centered at 0. യൂഷ്വലി. ഓക്കെ, അപ്പോൾ ഒരു ഇൻഫിനിറ്റ് പോളിനോമിയൽ എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ പവർ സീരീസ് എന്ന് സാധാരണയായിട്ട് വിളിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു പോളിനോമിയലിൻ്റെ ഫോർമാറ്റ് a1 a0 പ്ലസ് a1 എക്സ് പ്ലസ് a2 എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര an x റൈസ് ടു n എന്നുള്ളതാണ്. പോളിനോമിയൽ വിത്ത് ഡിഗ്രി n. ഇവിടെ ആ എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി വരെ പോകും. ഓക്കെ, അങ്ങനെ ഇൻഫിനിറ്റ് ടൈപ്സ് ഓഫ് പോളിനോമിയൽസിൻ്റെ സമ്മിനെയാണ് നമ്മൾ പവർ സീരീസ് എന്ന് സാധാരണയായിട്ട് വിളിക്കുന്നത്. ഓക്കെ, that is what we have defined is a power series centered at 0.
So in general, we can define a power series about x is equal to x naught. Okay, so next definition, a power series about x is equal to x naught is a series of the form, നമ്മളിവിടെ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് ആകുമ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു സീറോ ആകും. അതായത് നമ്മൾ എക്സിന്റെ സ്ഥാനത്തെല്ലാം എക്സ് മൈനസ് എക്സ് നോട്ട് എന്നിട്ട് കൊടുക്കും. ദാറ്റ്സ് ദ ഡിഫറൻസ്. ദ ഫോം സമ്മേഷൻ n is equal to 0 to infinity an. Now the difference is x minus x naught the whole raised to n. That is a naught plus a1 into x minus x naught plus a2 into x minus x naught the whole square plus a3 into x minus x naught the whole cube plus etc. This is a power series centered at x naught. X naught center ആയിക്കൊണ്ടുള്ള ഒരു പവർ സീരീസിന്റെ എക്സ്പ്രഷൻ ആണ് ഈ പറഞ്ഞത്. അപ്പം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള ടൈപ്പ് ഓഫ് പോളിനോമിയൽസിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ദ ബേസിക് റിസൾട്ട് ഈസ് every solution of this polynomial should be of a power series form. എല്ലാ സൊല്യൂഷനും ഒരു പവർ സീരീസ് ഫോമിലായിരിക്കും വരേണ്ടത്. അപ്പോൾ ഈ പവർ സീരീസിന്റെ വാല്യൂ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ഓഫ് പവർ സീരീസ്, സം എക്സാമ്പിൾസ് ഓഫ് എ പവർ സീരീസ്. നമുക്ക് സാധാരണയായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില പവർ സീരീസിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൺ ഈസ് കോസെക്സ്. കോസെക്സിനെ നമുക്ക് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് എക്സ് റൈസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 8 ബൈ 8 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര എന്ന രീതിയിൽ എഴുതാം. Okay, so this is actually of the form summation m is equal to 0 to infinity minus 1 raised to m x raised to 2m by 2m factorial. എമ്മിൻ്റെ 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം കിട്ടും, എമ്മിൻ്റെ 1 കൊടുക്കുമ്പോൾ സെക്കൻഡ് ടൈം കിട്ടും, എമ്മിന് 2 കൊടുക്കുമ്പോൾ തേർഡ് ടൈം കിട്ടും. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ. നമ്മൾ ഈ സീരീസ് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. നൗ സൈൻ എക്സ് ഈസ് എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സ് റൈസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ദിസ് ഈസ് ആക്ച്വലി summation m is equal to 0 to infinity minus 1 raised to m x raised to 2m plus 1 divided by 2m plus 1 factorial. ഇവിടെ എമ്മിന് 0യും 1ഉം 2ഉം എന്ന രീതിയിൽ കൊടുത്താൽ ഈ എക്സ്പ്രഷൻ കിട്ടും. സോ ദിസ് ഈസ് ദ ജനറൽ ഫോം ഓഫ് ദിസ് എക്സ്പ്രഷൻ. ഓക്കെ, എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഈസ് എക്സ്പോണൻഷ്യൽ സീരീസ്. നമുക്കിതിൻ്റെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിനെ നമുക്ക് എഴുതാം. cos hx in the series is actually നമുക്ക് കോസിൻ്റെയും കോസ് എച്ച് എക്സിൻ്റെയും സീരീസ് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഈ മൈനസ് എല്ലാം പ്ലസ് ആകുന്നുള്ളതാണ്. സോ 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ദിസ് ഈസ് ഹൈപ്പർബോളിക് കോസൈൻ്റെ സീരീസ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് summation m is equal to 0 to infinity x raised to 2m divided by 2m factorial. ഓക്കെ, അതുപോലെ തന്നെ സൈൻ എക്സിൻ്റെ സീരീസിൻ്റെ അകത്ത് മൈനസ് ടേംസ് എല്ലാം പ്ലസ് ആയാൽ സൈൻ എച്ച് എക്സ് ഹൈപ്പർബോളിക് സൈൻ്റെ സീരീസ് കിട്ടും. സോ സൈൻ എച്ച് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ plus x raised to 7 by 7 factorial plus etc. That is
summation m is equal to 0 to infinity x raised to 2m plus 1 divided by 2m plus 1 factorial. Okay. Now moving on to another series which is exponential series x e raised to x. Exponential series is of the form 1 plus x by 1 factorial plus x square by 2 factorial plus x cube by 3 factorial plus x raised to 4 by 4 factorial plus etc. ഓക്കെ, ഇതിൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് ഐ എക്സ് കൊടുക്കുമ്പോഴാണ് നമുക്കതിനെ ഇതിൻ്റെ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തിൽ ഐ എക്സ് കൊടുക്കാൻ പറ്റും. അതിനെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്ക് സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും സീരീസ് കിട്ടുന്നത്. ഐ തിങ്ക് വി ഹാവ് ഓൾറെഡി ഇൻ ഫസ്റ്റ് സെമസ്റ്റർ വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ്. സോ ഇതിനെ ജനറലി summation m is equal to 0 to infinity x raised to m by m factorial എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ദ എക്സ്പോണൻഷ്യൽ സീരീസ്. നമുക്ക് ഇവിടെ എക്സിന് പകരം എക്സ് സ്ക്വയർ ആക്കിയാലും ഇവിടുത്തെ എക്സിന് പകരം എക്സ് സ്ക്വയർ ആകും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഈ റേസ് ടു എക്സ് സ്ക്വയർ സീരീസ് എന്തായിരിക്കും? 1 പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ആക്കിയാൽ മതി. എക്സ് സ്ക്വയർ ബൈ 1 factorial plus x square the whole square, that is x raised to 4. X raised to 4 by 2 factorial plus x square the whole cube, that is x raised to 6 by 3 factorial plus etc. ഇവിടെ എക്സ് ക്യൂബ് ആണെന്ന് എഴുതുന്നതെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ക്യൂബ് ആക്കാം. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഓക്കെ, ഇവിടെ സൈൻ എക്സ് സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ ആകും. ഇവിടെ എക്സ് സ്ക്വയർ ദ ഹോൾ ക്യൂബ് എക്സ് റൈസ് ടു 6 ആകും. ഇവിടെ എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 5 എക്സ് റൈസ് ടു 10 ആകും. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടുത്തെ കോഎഫിഷ്യൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. നെക്സ്റ്റ് ഈസ് ലോഗരിതമിക് സീരീസ്. log 1 plus x. log 1 plus x is x minus x square by 2 plus x cubed by 3 minus x raised to 4 by 4 plus x raised to 5 by 5 minus etc. This is logarithmic series. Okay, mean log 1 minus x. x in the സ്ഥാനത്ത് minus x കൊടുത്താൽ മതി. That is minus x minus x square by 2 minus x cubed by 3 minus x raised to 4 by 4 minus x raised to 5 by 5 etc. That is minus of x plus x square by 2 plus x cubed by 3 plus x raised to 4 by 4 plus x raised to 5 by 5 plus etc. This is log. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം മൈനസ് എക്സ് ആക്കിയാൽ മതി. സോ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ബിക്കം പ്ലസ് എക്സ്. പിന്നെ ഇവിടുത്തെ മൈനസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് അങ്ങനെ വന്നത്. ഓക്കെ, നൗ ഇഫ് യു ആഡ് ദിസ് ടു ടേംസ് നമ്മളിതിനെ സബ്ട്രാക്ട് ചെയ്യുന്നു. ആഡ് ചെയ്യേണ്ട സബ്ട്രാക്ട് ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. ഓക്കെ, സോ ലോഗ് 1 plus x minus log 1 minus x. Log 1 plus x is x minus x square by 2 plus x cubed by 3 minus x raised to 4 by 4 plus x raised to 5 by 5 minus etc. Minus, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. നമ്മളിവിടെ മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് മൈനസ് എന്ന് വരും, വിച്ച് ഈസ് പ്ലസ്. സോ പ്ലസ് x plus x square by 2 plus x cubed by 3 plus x raised to 4 by 4 plus etc. This is the expression. ഇവിടുത്തെ സെയിം പോസിറ്റീവ് ടേംസ് നെഗറ്റീവ് ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ എക്സ് സ്ക്വയർ ബൈ 2 ഗെറ്റ്സ് ക്യാൻസൽഡ്, എക്സ് റൈസ് ടു 4 by 4 ഗെറ്റ്സ് ക്യാൻസൽഡ്. അപ്പോൾ എക്സ് സ്ക്വയറും പോയി എക്സ് റൈസ് ടു 4 പോയി. നെക്സ്റ്റ് ഈസ് എക്സ് റൈസ് ടു 6 ഗെറ്റ്സ് ക്യാൻസൽഡ്. സോ ഇവിടുത്തെ ഈവൻ പവേഴ്സ് എല്ലാം ഗെറ്റ്സ് ക്യാൻസൽഡ്. ഓക്കെ, ലോഗ് എ മൈനസ് ലോഗ് ബി എ ലോഗ് എ ബൈ ബി എന്ന് എഴുതാൻ പറ്റും. ലോഗ് എ മൈനസ് ലോഗ് ബി ഈസ് ആക്ച്വലി ലോഗ് എ ബൈ ബി. സോ ദിസ് ഈസ് ലോഗ് 1 plus x divided by 1 minus x should be equal to, ഇവിടെ എക്സും എക്സും കൂടെ കൂട്ടുമ്പോൾ 2x. ഇത് ക്യാൻസൽ ആയിപ്പോയി. നെക്സ്റ്റ് ഈസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 2x ക്യൂബ് ബൈ 3. Next is 2x raised to 5 by 5. Next is 2x raised to 7 by 7 plus etc. 2 common എടുത്താൽ 2 times x plus x cubed by 3 plus x raised to 5 by 5
plus x raised to 7 by 7 plus etc. ഈ 2 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ സോ 1/2 ഇൻറ്റു ലോഗ് 1 plus x divided by 1 minus x is equal to x plus x cubed by 3 plus x raised to 5 by 5 plus x raised to 7 by 7 plus etc. So this is the expression. Okay. This is the logarithmic expression. അപ്പോൾ നമുക്ക് ഇങ്ങനെ ലോഗരിതം വെച്ചിട്ട് 3 different expressions we can obtain. Next is 1 divided by 1 minus x. This is actually 1 plus x square plus x cube plus x raised to 4 plus etc. ഇതാണ് series. Okay. So next is 1 divided by 1 plus x. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് എക്സ് എന്ന് കൊടുത്താൽ 1 മൈനസ് എക്സ് ആണ് 1 പ്ലസ് എക്സ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് എക്സ് കൊടുത്താൽ സോ 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4 minus x raised to 5 etc. So these are some expressions of series. ഇത് ചില സീരീസുകളുടെ എക്സ്പ്രഷൻസ് ആണ്, പവർ സീരീസുകളുടെ. ഈ സീരീസുകളുടെ എക്സ്പ്രഷൻസ് എല്ലാം നമുക്ക് വേണ്ടതാണ്. ഈ സീരീസുകളുടെ എക്സ്പ്രഷൻസ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻസ് എഴുതുന്നത്. സോ കളക്ട് ആസ് മെനി this type of series as possible and study them so that we need them to solve the power series. Next is we have going to discuss method of power series. Okay, so നമ്മൾ സാധാരണയായിട്ട് y ഡബിൾ ഡാഷ് പ്ലസ് p of x y ഡാഷ് പ്ലസ് q of x y equal to 0 ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പവർ സീരീസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. സ്റ്റെപ്പ് 1. ഓക്കെ, സോ റെപ്രസെന്റ് p of x and q of x as a power series. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നമുക്ക് പി ഓഫ് എക്സ് ചിലപ്പോൾ കോസ് എക്സ് എന്നായിരിക്കും തരുന്നത്. അപ്പോൾ കോസ് എക്സിൻ്റെ പവർ സീരീസ് നമുക്കറിയാം. ക്യൂ ഓഫ് എക്സ് സൈൻ എക്സ് എന്നായിരിക്കും തരുന്നത്, അതിൻ്റെ പവർ സീരീസ് നമുക്കറിയാം. അപ്പോൾ അതിനെ ആദ്യം പവർ സീരീസിൻ്റെ ഫോമിലേക്ക് മാറ്റുക, കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഇഫ് പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് ആർ പോളിനോമിയൽസ്, okay, then nothing needs to be done. ഓക്കെ, പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം പവർ സീരീസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് പോളിനോമിയൽ ആണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉള്ളൊരു പോളിനോമിയൽ ആണ്. ഇപ്പോൾ പി ഓഫ് എക്സിനും ക്യൂ ഓഫ് എക്സും പോളിനോമിയൽസ് ആണ് തരുന്നതെങ്കിൽ വി ഡു നോട്ട് കൺവേർട്ട് ദം ഓൺ ടു എനി അതർ ഫോം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പി ഓഫ് എക്സിനും ക്യൂ ഓഫ് എക്സിനെയും പവർ സീരീസ് ഫോമിലാക്കുക. അത് പോളിനോമിയൽ ആണെങ്കിൽ ഡു നത്തിങ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് നമ്പർ 2, substitute y is equal to summation m is equal to 0 to infinity am x raised to m, that is a0 plus a1 x plus a2 x square plus etc. നമ്മൾ വൈയുടെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, a0 plus a1 x plus a2 x square plus etc. ഓക്കെ, ആൻഡ് y ഡാഷിൻ്റെ സ്ഥാനത്ത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ a0ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0, a1 കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 1, സോ a1 ഇൻറ്റു 1 പ്ലസ് a2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 2x. നെക്സ്റ്റ് a3 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ. അടുത്തത് a4 ഇൻറ്റു 4x ക്യൂബ് പ്ലസ് എക്സെട്ര. സോ ദിസ് ഈസ് ആക്ച്വലി a1 പ്ലസ് 2a2x plus 3a3x square plus 4a4x cube plus etc. So in general, this can be written as
summation m 1 തൊട്ടാണ് a1 a2 തൊട്ടാണ് m is equal to 1 to infinity m into am into x raised to m minus 1. ഇവിടെ 1 വന്നപ്പോൾ അതിന്റെ പവർ എക്സിന്റെ പവർ 0 വന്നു. ഇവിടെ 2 വന്നപ്പോൾ എക്സിന്റെ പവർ 1 വന്നു. 3 വന്നപ്പോൾ എക്സിന്റെ പവർ 2 വന്നു. സോ ഇവിടെ m വരുമ്പോൾ എക്സിന്റെ പവർ m മൈനസ് 1. സോ ഇവിടുത്തെ അതേ വാല്യൂ തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ y ഡാഷിന് പകരം ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, നൗ നമുക്ക് y ഡാഷ് ഉണ്ട്, y ഉണ്ട്, y ഡാഷ് ഉണ്ട്, y ഡബിൾ ഡാഷ് ഉണ്ട്. ഓക്കെ, സോ y ഡബിൾ ഡാഷ് ഈസ് y ഡാഷിന്റെ ഡെറിവേറ്റീവ് ആണ് y ഡബിൾ ഡാഷ്. So a1 in the derivative, a1 is constant, its derivative is 0 plus 2a2x. 2a2 constant and x in the derivative is 1. So 2a2 plus next 3a3 constant and x in the derivative 2x. So 3a3 2x. 4a4 constant and x cube in the derivative 3 x square. So 4a4 times 3x square. അടുത്ത ടേം വരുന്നത് 5a5 ആണ് into x raised to 4 ന്റെ ഡെറിവേറ്റീവ്, x raised to 4 ന്റെ ഡെറിവേറ്റീവ് 4x cube plus etc. This is the second derivative. That is, this is 2a2 plus 2 into 3 or 3 into 2 a3 x plus 4 into 3 a4 x square plus 5 into 4 a5 x cube plus next term 6 into 5 a6 x raised to 4 plus etc. This is the idea. പ്രത്യേകം ഇനി ഒബ്സർവ് ചെയ്യേണ്ട പാറ്റേൺസ് ഒബ്സർവ് ചെയ്യാം. a2 വരുമ്പോൾ ഫസ്റ്റ് ടേം 2 വന്നു. ഇവിടെ 2 into 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം 2 വന്നു, അടുത്ത ടേം 2-ൽ നിന്ന് ഒന്ന് കുറഞ്ഞു. ഓക്കെ, സോ ദിസ് ഈസ്, ഇവിടെ ഒരു m വരികയാണെങ്കിൽ അവിടെ എന്തുണ്ട്, am ഉണ്ട്. ഇവിടെ m into m minus 1 എന്നുള്ളതാണ് ഫോർമാറ്റ്. 3 into 2, അടുത്തത് 4 into 3, അടുത്തത് 5 into 4. സോ m into m minus 1. ഓക്കെ, ഇവിടെ 3 വന്നപ്പോൾ പവർ 1 വന്നു, ഇവിടെ 4 വന്നപ്പോൾ പവർ 2 വന്നു, 5 വന്നപ്പോൾ പവർ 3 വന്നു. സോ ഇതിൽ നിന്ന് 2 കുറയുന്നു. ഓക്കെ, ഇവിടെ m വന്നപ്പോൾ x raised to m minus 2 ആണ് വരേണ്ടത്. സോ എമ്മിന്റെ വാല്യൂ എവിടെ തൊട്ടാണ്, 2 തൊട്ടിട്ടാണ്. സോ സമ്മേഷൻ m is equal to 2 to infinity. This is y double dash. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. ഓക്കെ, ഇങ്ങനെ y ഡാഷിനും y ഡബിൾ ഡാഷിനും നമുക്ക് വൈക്കും ഈ വാല്യൂസ് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് collect the coefficients of x raised to n for n is equal to 0, 1, 2, 3, etc. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെല്ലാം കൂടെ ചേർത്ത് എഴുതിയിട്ട് ഒറ്റ പോളിനോമിയലാക്കിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് x raised to 0യുടെ കോഎഫിഷ്യൻസ് എടുക്കണം, x raised to 1ന്റെ, x raised to 2ന്റെ കോഎഫിഷ്യൻസ് എടുക്കണം and equate them to 0. to find the value of coefficients. And then substitute these values in y. This is the next idea. അതായത് നമ്മൾ ചെയ്തത് ഈ വൈക്ക് ഈ വൈയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. സോ വിച്ച് മീൻസ് ദാറ്റ് വൈ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് അതിൻ്റെ അർത്ഥം. വൈയെ ഈ ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുന്നത്. സോ ഇവിടെ ഇതൊരു പോളിനോമിയലാണ്. പോളിനോമിയൽ ഈസ് ഓൾവേസ് ഡിറ്റർമൈൻഡ് ബൈ കോഎഫിഷ്യൻ. സോ a0ന്റെയും a1ന്റെയും a2ന്റെയും a3യുടെയും ഒക്കെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ പോളിനോമിയൽ ആയിട്ട് കിട്ടും. അത് ഈക്വൽ ടു 0 എന്ന് വരുന്നാൽ അതിൻ്റെ ഓരോ കോഎഫിഷ്യൻറ്റും ഈക്വൽ ടു 0.
അപ്പോൾ ഓരോ കോയിഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ നോട്ടിൻ്റെയും A1-ൻ്റെയും A2-ൻ്റെയും ഒക്കെ വാല്യൂ കിട്ടും. അത് ഈ എക്സ്പ്രഷൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. സോ ദിസ് ഈസ് ദ മെത്തേഡ്. സോ റാദർ ദാൻ എക്സ്പ്ലെയിനിങ് ദ മെത്തേഡ്, നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ: solve y dash minus y is equal to 0. Okay, so this is of the form, solution is of the form y double dash plus p of x y dash plus q of x y is equal to 0. ഇവിടെ y double dash ടേംസ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഹിയർ p of x is equal to 1, comma q of x is equal to minus 1. p of x 1 ആണ്, q of x എന്തുമാണ്? minus 1. ഇത് രണ്ടും കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റൻസ് എല്ലാം പോളിനോമിയൽസ് ആണ്. സോ ദീസ് ആർ പോളിനോമിയൽസ്. സോ നമുക്ക് ഇനി സ്റ്റെപ്പിലേക്ക് പോവാം. പോളിനോമിയൽ p of x ഉം q of x ഉം പോളിനോമിയൽസ് ആണെങ്കിൽ we have nothing to do. So do nothing. Okay. Next step is substitute y is equal to a0 plus a1x plus a2x square plus a3x cube plus a4x raised to 4 plus a5x raised to 5 plus etc. Maximum number of terms എഴുതാവുന്നിടത്തോളം എഴുതുക. And y dash is equal to ഇതിൻ്റെ ഡെറിവേറ്റീവ്, that is a1 plus 2a2x plus 3a3x square plus 4a4x cube plus 5a5x raised to 4 plus etc. Okay. Now ഈ രണ്ട് വാല്യൂസ് ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് y minus y dash is equal to 0 implies y is actually a0 plus a1x plus a2x square plus a3x cube plus etc. minus a1 y dashൻ്റെ വാല്യൂ ഇതാണ്, a1 plus 2 a2x plus 3 a3x square plus 4 a4x cube plus etc. is equal to 0. നമ്മൾ എന്നിട്ട് സിമിലർ ആയിട്ടുള്ള ടേംസ് എക്സിൻ്റെ പവേഴ്സ് എടുക്കുക, എന്നിട്ട് സിമിലർ ആയിട്ടുള്ള ടേംസിനെ ഒരുമിച്ച് എഴുതുക. ഇതിനൊരു പോളിനോമിയൽ ആക്കണം. ഓക്കെ, ആദ്യം കോൺസ്റ്റൻസ് ടേംസ് ഒരുമിച്ച് എഴുതുക. സോ ഇവ a0 കോൺസ്റ്റന്റ് ആണ്, a1 കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് a0 മൈനസ് a1. ഓക്കെ, പ്ലസ് ഇതല്ലാതെ വേറെ കോൺസ്റ്റൻസ് ഒന്നുമില്ല. അടുത്ത എക്സിൻ്റെ എക്സ് റൈസ് ടു 1 ഇവിടെ ഉണ്ട്, എക്സ് റൈസ് ടു 1 ഇവിടെ ഉണ്ട്. രണ്ടിൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതുക. ദാറ്റ് ഈസ് a1 മൈനസ് 2a2 x raised to 1. ഓക്കെ, അടുത്തത് എക്സ് സ്ക്വയറിൻ്റെ ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതുക. സോ ഇവിടെ a2 ഉണ്ട്, ഇവിടെ 3a3 ഉണ്ട്. മൈനസ് ആക്കുമ്പോൾ മൈനസ് 3a3. സോ a2 മൈനസ് 3a3 എക്സ് സ്ക്വയർ. ഓക്കെ, അടുത്തത് ഇവിടെ a3 ഉണ്ട്, ഇവിടെ മൈനസ് 4a4 ഉണ്ട്. സോ a3 മൈനസ് 4a4 x raised to 4. Okay, so sorry, x raised to 4 the x cube. Okay, plus അടുത്തത് a4 minus 5a5 എന്ന് വരും. So a4 minus 5a5 x raised to 4 plus etc. is equal to 0. Okay, so this polynomial is equal to 0 എന്നുള്ള. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു സിംഗിൾ പോളിനോമിയൽ ആക്കണം. ദാറ്റ്സ് അവർ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ടേം ആദ്യം എക്സ് റൈസ് ടു 1ന്റെ കോഎഫിഷ്യൻസ് ഒരുമിച്ച്, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഒരുമിച്ച്, എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ഒരുമിച്ച്, എക്സ് റൈസ് ടു 4ന്റെ കോഎഫിഷ്യന്റ് ഒരുമിച്ച്. ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഈ പോളിനോമിയൽ 0 ആണെന്നാണ് അതിന്റെ അർത്ഥം. ഒരു പോളിനോമിയൽ 0 ആകുകയാണെങ്കിൽ അതിന്റെ കോഎഫിഷ്യൻസ് എല്ലാം 0 ആണെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ ദിസ് പോളിനോമിയൽ ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ദിസ് കോഎഫിഷ്യൻസ് ആർ 0. അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഒരു സിംഗിൾ പോളിനോമിയൽ ആക്കി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതിന്റെ എല്ലാ കോഎഫിഷ്യൻസും 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. സോ ഇക്വേറ്റ് കോഎഫിഷ്യൻസ് ടു 0 ഒരു സിംഗിൾ പോളിനോമിയൽസ് ആക്കി കഴിഞ്ഞാൽ. ദാറ്റ് ഈസ് നമുക്കിവിടെ ഫസ്റ്റ് കോഎഫിഷ്യന്റ് a0 മൈനസ് a1, a0
minus a1 is equal to 0, which implies a0 is equal to a1. Next is a1 minus 2a2 is equal to 0. a1 minus 2a2 is equal to 0. That is a1 is equal to 2a2. ഇതിൽ നിന്ന് we can write a2 is equal to a1 by 2. a1 ഉം a0 ഉം സെയിം ആണ്. So this implies a2 is equal to a0 by 2. Okay. അടുത്തത് a2 minus 3a3 is equal to 0. So a2 minus 3a3 is equal to 0. This implies a2 is equal to 3a3. അപ്പം a1 കണ്ടുപിടിച്ചു, a2 കണ്ടുപിടിച്ചു, അടുത്ത a3 കണ്ടുപിടിക്കുക. സോ a3 implies 1 by 3 a2. a2ൻ്റെ വാല്യൂ അറിയാം, a0 by 2 ആണ്. That is 1 by 3 into a0 by 2. That is a0 by 3 into 2, which is 6. Next is അടുത്തത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ okay, a3 minus 4a4 is equal to 0. So a3 minus 4a4 is equal to 0 implies a3 is equal to 4a4. നമ്മൾ a2 കണ്ടുപിടിച്ചു, a3 കണ്ടുപിടിച്ചു, a1 കണ്ടുപിടിച്ചു, a4 കണ്ടുപിടിക്കുക. സോ ദിസ് ഇംപ്ലൈസ് a4 is equal to 4 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ 1 by 4 into a3. a3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. a3 is a0 by 6. That is 1 by 4 into a0 by, ഞാൻ 2 into 3 എന്ന് എഴുതാണല്ലോ, 3 into 2. ഓക്കെ, 4 into 3 into 2, which is actually into 1 എന്നും വേണമെങ്കിൽ എഴുതാം. So a0 by 4 factorial എന്ന് എഴുതാം. This is actually a0 by 3 factorial. This is a0 by 2 factorial എന്ന രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് അടുത്ത കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ a4 minus 5a5 is equal to 0. So a4 minus 5a5 is equal to 0. That is a4 is equal to 5a5. നമുക്ക് ഇവിടെ നിന്ന് കിട്ടേണ്ടത് a5ന്റെ വാല്യൂ ആണ്. That is a5 is equal to 1 by 5a4. That is a4ന്റെ വാല്യൂ അറിയാം, a0 by 4 factorial. That is a5 is equal to 1 by 5 into a0 by 4 factorial. That is a0 by 5 factorial. സോ നമുക്ക് ജനറലൈസ് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ നിന്ന് a1 is equal to a0 by 1 factorial. 1 factorial എന്ന് വെച്ചാൽ 1 എന്ന് എഴുതാം. a2 is equal to a0 by 2 factorial. a3 is equal to a0 by 3 factorial. a4 is equal to a0 by 4 factorial. a5 is equal to a0 by 5 factorial. Similarly, a6 is equal to a0 by 6 factorial, etc. ഇങ്ങനെയായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ്, ഇവിടെ y-ക്കകത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, then y is equal to, which is a0 plus a1x plus a2x square plus a3x cube plus a4x raised to 4 plus etc. a0ന്റെ വാല്യൂ a0 തന്നെ, നമുക്ക് a1ന്റെ വാല്യൂ a0 by 1 factorial into x, a2ന്റെ വാല്യൂ a0 by 2 factorial into x square, അടുത്തത് a3യുടെ വാല്യൂ a0 by 3 factorial into x cube, അടുത്തത് a4ന്റെ വാല്യൂ a0 by 4 factorial into x raised to 4, അടുത്തത് a0 by 5 factorial into x raised to 5 plus etc. ഇതിനകത്ത് എല്ലാത്തിൻ്റെ അകത്ത് a0 കോമൺ ഉണ്ട്. സോ a0 ടൈംസ് ബാക്കി 1 പ്ലസ് x by 1 factorial plus x square by 2 factorial plus x cube by 3 factorial plus x raised to 4 by 4 factorial plus etc. ഇത് നമ്മൾ പവർ സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. This is actually 1 plus x by 1 factorial plus x square by 2 factorial plus etc. is e raised to x. Okay, so we can substitute this as e raised to x. So y is equal to a0 e raised to x. So this is the solution. So നമ്മൾ എടുത്ത ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ a0 e raised to x എന്നുള്ളതാണ്. So this is the method to find the solution. Okay, ഇനി നമുക്ക് ഇതല്ലാതെ വേറെ നമ്മൾ പ്രീവിയസ്ലി പഠിച്ച മെത്തേഡ് വെച്ചും ചെയ്യാം. y ഡാഷ് മൈനസ് y is equal to 0 implies
dy by dx minus y is equal to 0, or dy by dx is equal to y, okay, or dy by dy is equal to dx, വേരിയബിൾ സെപ്പറബിൾ ഫോം ഇത് വെച്ചിട്ട് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് ലെഫ്റ്റ് ആസ് ആൻ എക്സസൈസ് ഫോർ യു. പക്ഷെ ഇവിടെ നമുക്ക് അത് വെച്ച് ചെയ്യാനല്ല നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമ്മളോട് ചോദിക്കുന്ന എല്ലാ പ്രോബ്ലംസും യൂസിങ് എന്താണ് പവർ സീരീസ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ അകത്തും ഇതേ സ്റ്റെപ്പുകൾ തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.